ഹായ് എവ്രി വൺ. മക്കളുള്ള മാതാപിതാക്കൾ ഏറ്റവും അധികം ഭയപ്പെടുന്ന ഒരു കാലഘട്ടമാണ് കുട്ടികളുടെ ടീനേജ്. നമുക്കറിയാം അതിന് പല കാരണങ്ങളുണ്ട്. നമ്മുടെ ചുറ്റുപാടും നോക്കിയാൽ നമുക്കറിയാം അതിൻ്റെ കാരണങ്ങൾ എന്താണ്. പലപ്പോഴും അവരുടെ ടീനേജ് പ്രായത്തിൽ ഡിസിപ്ലിനിൽ നിർത്താൻ പേരൻസ് വളരെയധികം കഷ്ടപ്പെടാറുണ്ട്. ആ പ്രായത്തിലുള്ള കുട്ടികളെ കുറേ വർഷങ്ങൾ പഠിപ്പിക്കുവാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുള്ളതുകൊണ്ട് അവരുടെ ഡിസിപ്ലിൻ അല്ലെങ്കിൽ നല്ല ബിഹേവിയറിലൊക്കെ നിർത്താൻ ഉള്ള കുറച്ച് ടിപ്സ് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചെറുപ്പകാലത്തിലുള്ള ഈ വഴക്കും അടികളും അതിൻ്റെ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് ടീനേജൊക്കെ എത്തുമ്പോൾ കൂടുതൽ കോർപ്പറൽ പനിഷ്മെൻറ്റ് കൊണ്ട് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല എന്ന് പേരൻസിന് മനസ്സിലാവുന്ന ഒരു കാലം കൂടിയാണത്. പിന്നെ എന്തായിരിക്കും കുട്ടികളോടുള്ള ഇടപെടലിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന വഴികൾ എന്തായിരിക്കും? അവരെ നേടിയെടുക്കാൻ, അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ട് നടക്കാൻ പറഞ്ഞത് അവർക്കും കൂടെ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞ് അവർക്കും കൂടെ ആക്സെപ്റ്റബിളായിട്ട് രീതിയിൽ കൊണ്ടു നടക്കാൻ എന്തായിരിക്കും നല്ല വഴികൾ? ചില കാര്യങ്ങളൊന്ന് പോയിൻ്റ് ഓഫ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കുട്ടികൾക്ക് പ്രത്യേകിച്ചും അവരൊരു റോൾ മോഡലിനെ തപ്പുന്ന ഒരു കാലഘട്ടമാണ് ടീനേജ്. പേരൻസിനെയും അവർ ശ്രദ്ധിക്കും, നമ്മൾ ഏത് രീതിയിലാണ് അവരോട് ഇടപെടുന്നത് എന്നുള്ളത് അവർ ശ്രദ്ധിക്കും. പ്രത്യേകിച്ചും അവരോട് റെസ്പെക്റ്റ്ഫുള്ളി ഇടപെട്ടുണ്ടെങ്കിൽ തിരിച്ചും ഗിവ് റെസ്പെക്റ്റ് ടേക്ക് റെസ്പെക്റ്റ് എന്ന് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അവരോട് റെസ്പെക്റ്റ്ഫുള്ളി നമ്മൾ ഇടപെട്ടാൽ തിരിച്ചും നമുക്ക് അത് ലഭിക്കും. അതില്ലാതെ അവരോട് ബാഡ് വേർഡ്സ് ഉപയോഗിച്ചാൽ പ്രത്യേകിച്ചും കുറച്ച് കാലഘട്ടത്തിലേക്കൊക്കെ അവർ മിണ്ടാതിരുന്ന് കേൾക്കുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അവരും പ്രതികരിക്കാൻ ആരംഭിക്കാറുണ്ട്. അതുകൊണ്ട് കഴിവതും ബാഡ് വേർഡ്സ് ഇല്ലാതെ റെസ്പെക്റ്റ്ഫുള്ളി അവരോട് പെരുമാറുന്നത് നല്ലതാണ്. വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒന്നിലധികം കുട്ടികളുള്ള ഫാമിലീസിൽ പൊതുവേ പേരൻസ് പല രീതിയിലും ആൺകുട്ടിയും പെൺകുട്ടിയാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ഈവൺ മുതിർന്ന കുട്ടികളും താഴെയുള്ളവരും തമ്മിൽ തന്നെ പല രീതിയിൽ പാർഷ്യാലിറ്റി പേരൻസ് കാണിക്കാറുണ്ട്. അതും കുട്ടികളെ ലോങ് ടേമിലേക്ക് ഈവൺ ലൈഫ് ടൈം ഫുള്ളായിട്ട് തന്നെ അവരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് പാർഷ്യാലിറ്റി ഇല്ലാതെ ഇടപെടുകയാണെങ്കിൽ കുറേയൊക്കെ അവരുടെ മനസ്സിനെ നേടാൻ നമുക്ക് പറ്റും. ഇമ്പാർഷ്യലായിട്ട് പെരുമാറുന്ന പേരൻസ് വളരെ വാല്യുബിളായിട്ടാണ് കുട്ടികൾ കണക്കാക്കുന്നത്. അപ്പോൾ റെസ്പെക്റ്റ് വേണം, ഇമ്പാർഷ്യലായിട്ട് ഇടപെടണം. വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കൊച്ചു പ്രായത്തിലൊന്നും അവരുടെ സജഷൻസ് അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലാത്തതുകൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്യില്ലായിരിക്കും. പക്ഷേ മുതിർന്നു വരുന്ന പ്രായത്തിൽ പതുക്കെ അവരുടെ സജഷൻസ് ഫാമിലിയിലുള്ള കാര്യങ്ങളിലും മറ്റു കാര്യങ്ങളിലും അവരുടെ സജഷൻസും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ അവരുടെ വാക്കിനും നമ്മൾ വാല്യൂ കൊടുക്കുന്നുണ്ട് എന്നവർക്ക് ജസ്റ്റ് തോന്നുക മാത്രമല്ല, വാല്യൂ കൊടുത്ത് തന്നെ നമ്മളെല്ലാ രീതിയിലും ആക്സെപ്റ്റബിളായിട്ട് അവരെ കൊണ്ട് നടക്കുവാണെങ്കിൽ അതും നമ്മൾ പറയുന്ന കാര്യങ്ങൾ തിരിച്ചും ആക്സെപ്റ്റ് ചെയ്യാൻ അവരെയും പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ കഴിവതും നമ്മൾ അവരുടെ സജഷൻസ് കൺസിഡർ ചെയ്യണം, വാല്യൂ ചെയ്യണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവരോട് അഭിപ്രായം ചോദിക്കണം. പല ഇൻസ്റ്റൻസിലും അങ്ങനെ അഭിപ്രായം ചോദിക്കുന്നത് അവർക്ക് തന്നെ ഒരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാക്കാൻ, അവർക്ക് തന്നെ അത് ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റാണ്. എല്ലാ കാര്യങ്ങളിലും നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ ഒരു ഗസ്റ്റ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചിന്തിക്കുന്നു, നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്, അവരിൽ നിന്ന് എന്താ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് അതാത് സമയത്ത് എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് നമ്മളോട് കോപ്പറേറ്റ് ചെയ്ത് പോകാൻ അവരെയും ഹെൽപ്പ് ചെയ്യും. കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ ഫുള്ളി സൈലൻ്റായിട്ട് നിൽക്കുന്ന പേരൻസിനോട് തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പ്രശ്നങ്ങൾ പങ്കിടാൻ ബുദ്ധിമുട്ടായിരിക്കും. അതെല്ലാം പല രീതിയിലും ഫാമിലിയിലും നമ്മളുടെ പുറത്തുമായിട്ടുള്ള സൊസൈറ്റിയുടെ ഇടപെടുമ്പോഴും നമ്മളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കും കുട്ടികൾ പല രീതിയിലും. അതുകൊണ്ട് കഴിവതും കമ്മ്യൂണിക്കേഷൻ ലെവല് നല്ല രീതിയിൽ ഫാമിലിയുടെ ഉള്ളിൽ തന്നെ കീപ്പ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് കൊച്ചു പ്രായത്തിലൊക്കെ അവർ ഏതെങ്കിലും രീതിയിൽ ഇൻവോൾവ് ആയിട്ട് മറ്റു കാര്യങ്ങളിലൊക്കെ പോകാറുണ്ട്. പക്ഷേ മുതിർന്ന കുട്ടികൾ പൊതുവെ ഗസ്റ്റ് വരുമ്പോൾ അവരെയും നമ്മൾ കൺസിഡർ ചെയ്ത് അവരും ഇരുന്ന് സംസാരിക്കുന്ന രീതിയിൽ ഗസ്റ്റുമായിട്ടുള്ള ടോക്ക് അറേഞ്ച് ചെയ്യുന്നതും നല്ലതാണ്. കാരണം സൊസൈറ്റി ആയിട്ടുള്ള ഇൻട്രാക്ഷൻ കുട്ടികൾ അറിഞ്ഞിരിക്കണമല്ലോ. അവർ ടീനേജ് പ്രായത്തിൽ എന്തുകൊണ്ടും അവരത് പഠിക്കേണ്ടത് ആവശ്യം. ഇതെല്ലാം അവരുടെ ക്യാരക്ടറിനെ വളരെയധികം ബാധിക്കുന്ന, അവരുടെ ഡിസിപ്ലിനെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്.
അത് പല ആംഗിളിലായിരിക്കും അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഗസ്റ്റ് വരുമ്പോഴും അഥവാ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നമ്മളെങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് അവർ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളുടെ പെരുമാറ്റം വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ ഫ്രീ ആയിട്ട് മറ്റുള്ളവരോട് ഇടപെടുന്നുണ്ടോ, ഏത് രീതിയിലാണ് നമ്മളുടെ ബോഡി മൂവ്മെൻറ്റ്സ്, നമ്മളെ തോട്ട് പ്രോസസ്സ്, മാത്രമല്ല സംസാരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം പബ്ലിക്കിനെ കുറിച്ച് വീട്ടിൽ നമ്മൾ എന്ത് സംസാരിക്കുന്നു, അവരെക്കുറിച്ച് എന്ത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു, എന്ത് ജഡ്ജ് ചെയ്യുന്നു, ഇതെല്ലാം കുട്ടികൾ വാച്ച് ചെയ്യും. അതെല്ലാം അവരുടെ ക്യാരക്ടറിനെയും ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളുടെ സൈഡ് ഫസ്റ്റ് ശ്രദ്ധിക്കണം. ഗസ്റ്റ് ആയിട്ടും പബ്ലിക്കായിട്ട് ഇടപെടുമ്പോൾ നമ്മളുടെ പെരുമാറ്റം ഫസ്റ്റ് ശ്രദ്ധിക്കണം. പിന്നെ അവരെ നമുക്ക് മോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളുടെ ക്യാരക്ടറിൻ്റെ ഒരു പാർട്ട് എപ്പോഴും നമുക്ക് അവരിൽ കൂടെയും കാണാൻ പറ്റും. ഇതിനേക്കാളൊക്കെ ഉപരി ടീനേജ് പ്രായത്തിൽ അവരെ ഹെയ്റ്റ് ചെയ്യുന്നൊരു കാര്യമുണ്ട്, ലോൺലിനെസ്. അവരെ ഒറ്റയ്ക്കാക്കി എവിടേക്കെങ്കിലും നമ്മൾ പോകുന്നത്, വീട്ടിലാണെങ്കിലും ശരി എവിടെയാണെങ്കിലും ശരി, ലോൺലിനെസ് ടീനേജേഴ്സ് ഹെയ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ കഴിവതും നമ്മളുടെ എല്ലാ യാത്രകളിലും ഹസ്ബൻഡും വൈഫായിട്ട് പുറത്തു പോകുന്ന പലർക്കും ആഗ്രഹമുള്ളൊരു കാര്യമായിരിക്കും. പക്ഷേ എങ്കിലും ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ ഒറ്റപ്പെടുത്താതെ കഴിവതും നമ്മളുടെ യാത്രകളിൽ അവരെയും ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം പലപ്പോഴും അവരെ ഇൻക്ലൂഡ് ചെയ്യാതെ വീട്ടിൽ ഇട്ടിട്ട് പോകുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ പല പേരൻസിൽ നിന്നും ടീച്ചിങ് പ്രൊഫഷണലുള്ളവർ പൊതുവേ കേൾക്കാറുണ്ട്. എനിക്കത് പല അവസരങ്ങളിലും അങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ ടിപ്പും കൂടെ ഞാൻ ഉൾപ്പെടുത്തിയത്. ലോൺലിനെസ് അവർക്കൊട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് പല തെറ്റുകളിലേക്ക് അവർ ഇൻവോൾവ് ചെയ്യാൻ ഇടയാവുന്നത് ഈ ലോൺലിനെസ് കാരണമാണ്. അപ്പോൾ ഒന്നില്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മളുടെ കൂടെ തന്നെയോ അവരെ ഇൻവോൾവ് ചെയ്യിച്ച് ഏത് ട്രിപ്പുകളിലും അവർ അസോസിയേറ്റ് ചെയ്ത് നമ്മളുടെ കൂടെയുള്ളത് നമുക്ക് അവരുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള മറ്റൊരു കാര്യമാണ്. മാത്രമല്ല ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾക്ക് കുറേ മാൻ പവർ ഉണ്ട്. അവരുടെ ആ എഫിഷ്യൻസിയൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പാകത്തിന് എന്തെങ്കിലും ഹോബീസിലോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് പഠിക്കാനോ മ്യൂസിക് അങ്ങനെ ഏതെങ്കിലും രീതിയിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് പഠിക്കാനോ അവരെ ഇൻവോൾവ് ചെയ്യിക്കുന്നത് അതും ഒരു അളവ് വരെ ലോൺലിനെസ് മാറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഫ്രണ്ട്സ് അവർക്ക് വേണം. ജസ്റ്റ് മൊബൈലോ ജസ്റ്റ് സ്ക്രീൻ ടൈമോ പോരാ. സൊസൈറ്റി ആയിട്ട് ഇൻട്രാക്ട് ചെയ്യണം, ഫ്രണ്ട്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം, ഫാമിലി ആയിട്ട് ഇൻട്രാക്ട് ചെയ്യണം. ഇതിനോടൊക്കെ കൂടെ തന്നെ ഏതെങ്കിലും വീട്ടിൽ മാത്രമല്ല പുറത്ത് പോയിട്ടും, ഈവൻ പുറമേയുള്ള കൺട്രീസിൽ നമുക്കറിയാം, ഇന്ത്യയുടെ പുറത്തുള്ള കൺട്രീസിലൊക്കെ ഈ പ്രായത്തിൽ കുട്ടികൾ പതുക്കെ ജോലി ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. പുറത്ത് പോയിട്ട് ഏൺ ചെയ്ത് തന്നെ അവർ ജോലി ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. അതും നമ്മളുടെ ഇവിടെയും പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ട്. വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും കൊച്ചു ജോലികളിൽ അവർക്ക് അവരുടെ പഠനത്തോട് കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന ജോലികളിൽ അവരെ ഇൻവോൾവ് ചെയ്യുന്നത് അവരുടെ മൈൻഡ് ഡെവലപ്പ് ചെയ്യാൻ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മളുടെ കൂടെ തന്നെ ഒരു ഫ്രണ്ട്സ് പോലെ അവരെ നമ്മൾ കൊണ്ടു നടക്കുകയാണെങ്കിൽ ടീനേജേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനും അവരെ മോൾഡ് ചെയ്യാനും വളരെ അധികം ഈസി ആയിരിക്കും. ഇതെല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു വെരി മച്ച്.